എസ്തേർ അധ്യായം 9. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേ. ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി രാജാവിൻ്റെ കൽപ്പനയും തീരുമാനവും നടത്താറായപ്പോൾ യഹൂദന്മാരുടെ ശത്രുക്കൾ അവരുടെ നേരെ ശക്തിപ്പെടും എന്ന് ആശിച്ചതും നേരെ മറിച്ച് യൂദന്മാർക്ക് അവരുടെ വൈരികളുടെ നേരെ പ്രാബല്യം പ്രാപിച്ചതുമായ ദിവസത്തിൽ അഹശ്വേരോഷ് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും ദൂതന്മാർ തങ്ങളുടെ പട്ടണങ്ങളിൽ തങ്ങളോട് ദ്രോഹം ചെയ്യുവാൻ ശ്രമിച്ചവരെ കയ്യേറ്റം ചെയ്യുവാൻ സംഘടിച്ചു. അവരെയുള്ള ഭയം സകല ജാതികളുടെയും മേൽ വീണിരുന്നത് കൊണ്ട് ആർക്കും അവരോട് എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞില്ല. സകല സംസ്ഥാന പ്രഭുക്കന്മാരും രാജപ്രതിനിധികളും ദേശാധിപതികളും രാജാവിൻ്റെ കാര്യക്കാരന്മാരും മൊർദെഖായിയെയുള്ള ഭയനിമിത്തം യഹൂദന്മാർക്ക് സഹായം ചെയ്തു. മൊർദെഖായി രാജധാനിയിൽ മഹാനായിരുന്നു. മൊർദെഖായി എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നതുകൊണ്ട് അവൻ്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു. യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെ എല്ലാം വെട്ടിക്കൊന്നു സംഹരിച്ചു. തങ്ങളെ ദോഷിച്ചവരോട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ചു. ശൂഷൻ രാജധാനിയിൽ യഹൂദന്മാർ 500 പേരെ കൊന്നുകളഞ്ഞു. പർഷ്യൻ ദാദ, ബിൽഫോൻ, അസ്പാഥ, പോറാദ, കദല്യ, അരീദാദ, പർമസ്ത, അരീസായി, അരീദായി, വയസദ എന്നിങ്ങനെ ഹമ്മേദാദയുടെ മകനായി യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ 10 പുത്രന്മാരെയും അവർ വധിച്ചു. എന്നാൽ കൊള്ള ചെയ്തില്ല. ശൂഷൻ രാജധാനിയിൽ അന്ന് നടത്തിയ വധത്തിൽ പെട്ടവരുടെ സംഖ്യ അന്ന് തന്നെ രാജാവിനെ അറിയിച്ചു. രാജാവ് എസ്തേർ രാജ്ഞിയോട് യഹൂദന്മാർ ശൂഷൻ രാജധാനിയിൽ തന്നെ 500 പേരെയും ഹാമാന്റെ 10 പുത്രന്മാരെയും വധിച്ചു കളഞ്ഞു. രാജാവിൻ്റെ മറ്റു സംസ്ഥാനങ്ങളിൽ അവർ എന്തെല്ലാം ചെയ്തിരിക്കും? ഇനിയും എന്തെങ്കിലും അപേക്ഷയുണ്ടോ? അതും നിനക്ക് ചെയ്തു തരും എന്ന് പറഞ്ഞു. എസ്തേർ ഉത്തരമായി, രാജാവിന് തിരുവിഷ്ടമുണ്ടെങ്കിൽ ഇന്നത്തെ നിശ്ചയം പോലെ നാളെയും യഹൂദന്മാർ പ്രവർത്തിക്കുവാൻ അനുവദിക്കണമേ. ഹാമാന്റെ 10 പുത്രന്മാരെയും കഴുമരത്തിൽ തൂക്കിയിടണമേ എന്ന് പറഞ്ഞു. അതനുസരിച്ച് രാജാവ് ശൂഷനിൽ കൽപ്പന വിളംബരം ചെയ്തു. ഹാമാന്റെ 10 പുത്രന്മാരെയും അവർ തൂക്കിലിട്ടു. ഓതോർ മാസം 14-ാം തീയതിയും ശൂഷനിലെ യഹൂദന്മാർ ശൂഷാനിൽ 300 പേരെ വധിച്ചു. എങ്കിലും കൊള്ള ചെയ്തില്ല. രാജാവിൻ്റെ ഇതര സംസ്ഥാനങ്ങളിലെ യഹൂദന്മാർ ഓതോർ മാസം 13-ാം തീയതി ഒത്തുകൂടി ജീവരക്ഷാർത്ഥം ശത്രുക്കളോട് ഏറ്റുമുട്ടി രക്ഷപ്പെട്ടു. ശത്രുക്കളിൽ 75,000 പേരെ കൊന്നു. കൊള്ള ചെയ്തില്ല. ആ മാസം 14-ന് അവർ വിശ്രമിച്ചിരുന്ന് വിരുന്നും ആഘോഷവുമായി കഴിഞ്ഞു. ശൂഷനിലെ യഹൂദന്മാർ ആ മാസം 13-ഉം 14-ഉം തീയതികളിൽ സമ്മേളിച്ച് വിരുന്നും ആഹ്ലാദവുമായി ആഘോഷിച്ചു.
അങ്ങനെ കോട്ടയില്ലാത്ത നാട്ടുംപുറങ്ങളിൽ പാർത്തിരുന്ന യഹൂദന്മാർ ഓതോർ 14-ാം തീയതിയെ സന്തോഷവും വിരുന്നു സൽക്കാരവുമുള്ള പെരുന്നാളായും ആചരിക്കുകയും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്നു. യഹൂദന്മാർ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു വിശ്രമിച്ച ദിവസങ്ങളിൽ എന്നതിനാൽ പ്രതിവർഷം ഓതോർ മാസം 14-ഉം 15-ഉം തീയതികളെ വിശ്രമദിനങ്ങളായി ആചരിക്കണമെന്നും ദുഃഖം അവർക്ക് സന്തോഷമായും വിലാപം ആഘോഷമായും പരിണമിച്ചതിനാൽ തുടർന്നാചരിക്കണമെന്നും അവ വിരുന്നു സൽക്കാരവും ആഹ്ലാദവുമുള്ള ദിവസങ്ങളും പരസ്പരം സമ്മാനങ്ങളും ദരിദ്രർക്ക് ധർമ്മവും കൊടുക്കുന്ന ദിവസങ്ങളുമായി ആചരിക്കണമെന്നും അഹശ്വേരോശ് രാജാവിൻ്റെ സർവ സംസ്ഥാനങ്ങളിലും അടുത്തും അകലെയുമുള്ള എല്ലാ യഹൂദന്മാർക്കും ഇത് നിയമമായിരിക്കണമെന്നും മൊർദെഖായി അവർക്ക് എഴുതി അറിയിച്ചു. ഇങ്ങനെ യഹൂദർ തുടങ്ങിയിരുന്നതും മൊർദെഖായി നിയമമായി എഴുതിയിരുന്നതുമായ കാര്യം നിയമമായി തന്നെ സ്വീകരിച്ചു. അഗാഗ്യനായ ഹമ്മദായുടെ മകനും യൂദവൈരിയുമായിരുന്ന ഹാമാൻ യഹൂദർക്ക് ഉന്മൂലനാശം വരുത്തുവാൻ കുതന്ത്രങ്ങൾ ആലോചിക്കുകയും ചീട്ടിടിപ്പിക്കുകയും ചെയ്ത വസ്തുത രാജാവ് അറിഞ്ഞപ്പോൾ ഹാമാൻ യഹൂദർക്കെതിരായി ആലോചിച്ചിരുന്ന അതേ തന്ത്രം അവൻ്റെ തലയ്ക്ക് തന്നെ തിരിയുവാനും അവനെയും പുത്രന്മാരെയും കഴുമരത്തിൽ തൂക്കുവാനും രാജാവ് കൽപ്പന പ്രസിദ്ധം ചെയ്യുകയും ചെയ്തതിനാൽ ആ ദിവസങ്ങൾക്ക് പൂരീം എന്ന് പേര് വിളിച്ചു. ഈ എഴുത്തിലെ സർവകാര്യങ്ങൾക്കും അവർ നേരിട്ട് കണ്ടവയും അവർക്ക് സംഭവിച്ചവയും ആകയാൽ യഹൂദന്മാർ ഈ ദിവസങ്ങൾ രണ്ടും അവയുടെ നിയമവും കാലവും അനുസരിച്ച് ആണ്ടുതോറും നിർവിഘ്നം ആഘോഷിക്കേണ്ടതിന് അവരുടെ എല്ലാ ഗോത്രങ്ങളിലും ദേശങ്ങളിലും നഗരങ്ങളിലും തലമുറ തോറും ഓർക്കുവാനും ആയിരിക്കും. ഈ പൂരി ദിവസങ്ങൾ യഹൂദരുടെ മധ്യേ നിന്ന് ഇല്ലാതാകുകയോ അവരുടെ സന്തതി കാലത്തും അതിൻ്റെ സ്മരണ മാഞ്ഞു പോകുകയോ ചെയ്യാതിരിപ്പാനായും ഇത് അവർക്കും സർവസന്തതിക്കും അവരോട് ചേരുവാനുള്ള എല്ലാവർക്കും നിയമമായി എഴുതി വച്ചു. പൂരീമിനെ കുറിച്ചുള്ള ഈ 2-ാം ലേഖനം ഉറപ്പിക്കുവാനായി അബീഹയേലിൻ്റെ മകൾ എസ്തേർ രാജ്ഞിയും മൊർദെഖായിയും കൂടി അധികാരപൂർവം ഇവ എഴുതി. യഹൂദനായ മൊർദെഖായിയും എസ്തേർ രാജ്ഞിയും അവർക്ക് നിയമമാക്കിയിരുന്നത് പോലെയും അവർ തന്നെ അവരുടെ ഉപവാസത്തിൻ്റെയും വിലാപത്തിൻ്റെയും വസ്തുതകൾ അവർക്കും സന്തതിക്കും നിയമമായി നിശ്ചയിച്ചിരുന്നത് പോലെയും ഈ പൂരീം ദിവസങ്ങളെ നിശ്ചിത സമയത്ത് തന്നെ നടപ്പിലാക്കേണ്ടതിന് അവർ അഹശ്വേരോശിൻ്റെ രാജ്യത്തുള്ള 127 സംസ്ഥാനങ്ങളിലെ എല്ലാ യഹൂദന്മാർക്കും സമാധാനം നേർന്നു സത്യമായിട്ടുള്ള ലേഖനങ്ങൾ അയച്ചു. എസ്തേറിൻ്റെ കൽപ്പനയാൽ പൂരീം സംബന്ധമായ കാര്യങ്ങൾ ഇപ്രകാരം സ്ഥിരമായി അത് ചുരുളിൽ എഴുതി വെച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോ